നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയിക്കേറുമെന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ എറണാകുളം ജില്ലയിലെ പറവൂർ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. പെരിയാറിന്റെ കൈവഴികൾ തഴുകി ഉണർത്തുന്ന എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള പറവൂർ നിയോജക മണ്ഡലം പുരാതന തുറമുഖ പട്ടണമായ മുസരീസിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന, മതസൗഹാർദ്ദത്തിന്റെ പാരമ്പര്യം പേറുന്ന ചേന്ദമംഗലം കൈത്തറിയുടെ നാടായ പറവൂർ. വടക്കൻ പറവൂർ നഗരസഭയും പറവൂർ താലൂക്കിലെ തന്നെ ചേന്ദമംഗലം, ചിറ്റാട്ടുകര, ഏഴിക്കര, കോട്ടുവള്ളി, പുത്തൻവേലിക്കര, വരാപ്പുഴ, വടക്കേക്കര എന്നീ 7 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയമസഭാ മണ്ഡലം. ഇങ്ങനെയുള്ള പറവൂരിന്റെ മണ്ണിൽ നാളെയുടെ വികസന പ്രതീക്ഷകൾക്ക് ചിറക് നൽകുകയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. എങ്ങനെയാണ് ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന സ്വപ്നങ്ങൾക്ക് കിഫ്ബി കരുത്തേകുന്നത്? നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഒരു നാട് പുരോഗതിയിലേക്ക് കടക്കണമെങ്കിൽ അതിന്റെ അടിത്തറ ഭദ്രമായിരിക്കണം. മികച്ച റോഡുകൾ, പാലങ്ങൾ, ശുദ്ധജല ലഭ്യത, നിലവാരമുള്ള വിദ്യാഭ്യാസം, എല്ലാവർക്കും പ്രാപ്യമായ ആരോഗ്യം, തടസ്സമില്ലാത്ത ഊർജം, ഇവയെല്ലാം ആ അടിത്തറയുടെ ഭാഗമാണ്. എന്നാൽ പതിറ്റാണ്ടുകളായി നമുക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്തുക എന്നത്. സാധാരണ ബജറ്റ് വിഹിതങ്ങൾ മാത്രം ആശ്രയിച്ചാൽ ഇവയെല്ലാം സമയബന്ധിതമായി കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും. ഈ വലിയ വിടവ് നികത്താനാണ് കേരള സർക്കാർ കിഫ്ബി എന്ന നൂതന സംരംഭത്തിന് തുടക്കമിട്ടത്. വികസനോന്മുഖമല്ലാത്ത അല്ലെങ്കിൽ ഒരു വികസനം മുരടിച്ചു പോയ ഒരു മണ്ഡലമായിട്ട് പറവൂർ മാറി. പക്ഷെ ഇപ്പോൾ വികസനം മുരടിച്ച പറവൂരിന് കൈത്താങ്ങായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി സഹായ പദ്ധതികൾ വരുന്നുണ്ട്. മുമ്പ് തന്നെ കിഫ്ബി മുഖാന്തരം വന്ന പദ്ധതികളുണ്ടാകും. വരാപ്പുഴ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് കിഫ്ബിയിലൂടെയാണ്. കിഫ്ബി പട്ടുഗുണകമാണെന്നുള്ള വിമർശനമൊക്കെ അനാവശ്യമായി വന്നെങ്കിൽ പോലും കിഫ്ബിയിലൂടെ ധാരാളം ഗുണം പറവൂരിൽ കിട്ടി. വരാപ്പുഴ കുടിവെള്ള പദ്ധതിക്ക് പണം വന്നു. കൈതാരം സ്കൂളിന് 3 കോടി വന്നു. ചേന്ദമംഗലം പാലിയൂർ സ്കൂളിന് 5 കോടി വന്നു. വടക്കുംപുറം UP സ്കൂളിന് 1 കോടി വന്നു. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷനായിട്ട് പട്ടണത്തിലെ ടൗൺ മോഡൽ LP സ്കൂളിന് 2 കോടി, ഏഴിക്കര സ്കൂളിന് 2 കോടി ലഭിച്ചു. അതുപോലെ തന്നെ പറവൂർ ചെറായി റോഡ്, സമാന്തര റോഡിന് വേണ്ടിയിട്ട് നമുക്ക് 10 കോടിയോളം രൂപ ലഭിച്ചു. തീരദേശ റോഡിന് വേണ്ടിയിട്ട് നമുക്ക് കോടിക്കണക്കിന് രൂപ കിഫ്ബി വഴി നമുക്ക് ലഭിക്കുകയുണ്ടായി. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സഹായം ലഭിച്ചു. അതുപോലെ തന്നെ മാട്ടുപുറം ചേന്ദമംഗലം പാലത്തിന് വേണ്ടിയിട്ട് 12 കോടി രൂപ നമുക്ക് കിഫ്ബി വഴി ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചിലത് നടന്നു കഴിഞ്ഞു, ചിലത് നടക്കാൻ പോകുന്നു. വലിയ രീതിയിൽ ഉത്തേജനം ലഭിക്കും. അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ പറവൂർ കേസരി സ്മാരക കോളേജിന് താൽക്കാലിക അഫിലിയേഷൻ എംജൂഡിയേഷൻ ലഭിക്കുന്നു. 3 കോഴ്സുകൾ ഈ ജൂലൈ മാസത്തിൽ ആരംഭിക്കുമ്പോൾ പറവൂരിന് വലിയൊരു കുതിപ്പ്. പറവൂരിൻ്റെ സ്വന്തമായ സർക്കാർ കോളേജ് 3 ബിരുദ കോഴ്സുകൾ മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ പോലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ സ്ഥലം അക്വയർ ചെയ്യാമെന്നും 5 ഏക്കറിലധികം ഭൂമിയായതിനു ശേഷം 10ഓളം ബിരുദ കോഴ്സുകൾ ആരംഭിക്കാൻ സാധിക്കുന്ന, അതിൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറുമായിട്ടൊക്കെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജ് പറവൂരിൽ വരുമ്പോൾ അതും ഒരു വിഷ്കൈനീട്ടമാണ്. സംസ്ഥാന സർക്കാർ പറവൂരിന് നൽകുന്ന വലിയൊരു വിഷ്കൈനീട്ടമായിട്ട് വികസന പദ്ധതികൾ വരുമ്പോൾ കുറച്ചെങ്കിലും പറവൂരിന്റെ വികസന മുരടിപ്പ് പരിഹരിക്കപ്പെടുമെന്നാണ് പറവൂരിലെ ജനസാമാന്യം പ്രതീക്ഷിക്കുന്നത്. കിഫ്ബി കേവലം ഒരു ഫണ്ടിംഗ് ഏജൻസി മാത്രമല്ല, ബജറ്റിന് പുറത്തുനിന്ന് വിപണിയിൽ നിന്നടക്കം വികസന പദ്ധതികൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുകയും ആ പണം കാര്യക്ഷമമായി ഏറ്റവും വേഗത്തിൽ പദ്ധതി നിർവഹണത്തിനായി ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സംവിധാനമാണിത്. ഓരോ പദ്ധതിക്കും മേൽനോട്ടം വഹിക്കാൻ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളും എന്നറിയപ്പെടുന്ന പ്രത്യേക കമ്പനികളോ ഏജൻസികളോ ഉണ്ടാകും. ഇത് പദ്ധതി നിർവഹണത്തിൽ കൂടുതൽ വേഗതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നു. ഇന്ന് പറവൂർ നിയോജക മണ്ഡലത്തിലെ ഗതാഗതം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഊർജം തുടങ്ങിയ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കിഫ്ബിയുടെ കയ്യൊപ്പ് നമുക്ക് കാണാനാകും. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ നാടിന്റെ പുരോഗതിക്കായി കിഫ്ബിയിലൂടെ ഒഴുകിയെത്തുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ചില പദ്ധതികളിലേക്ക് കടക്കാം. ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലും യാത്ര എളുപ്പമാക്കുന്നതിലും പാലങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. പറവൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു മാറ്റുപ്പുറം ചേന്ദമംഗലം പാലം. പെരിയാറിന്റെ കൈവഴികളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മുമ്പ് അക്കരക്കരയിലെത്താൻ ഒന്നുകിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം, അല്ലെങ്കിൽ കടത്തുകളെ ആശ്രയിക്കണം. ഇത് സമയനഷ്ടത്തിനും യാത്രാ ദുരിതത്തിനും കാരണമായിരുന്നു. ഈ ബുദ്ധിമുട്ടിന് പരിഹാരമായാണ്
കിഫ്ബി ഈ പാലം നിർമ്മാണത്തിന് പച്ചക്കൊടി കാട്ടിയത്. പറവൂരിൽ നിന്ന് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട തീരമായ ചേറായിലേക്കും വൈപ്പിൻ ദ്വീപിലേക്കും പോകുന്ന പ്രധാന പാതയാണ് പറവൂർ ചേറായി റോഡ്. നിലവിൽ ഈ റോഡിന് വീതി കുറവായതും പലയിടത്തും അറ്റകുറ്റപ്പണികൾ ആവശ്യമായതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായി റോഡ് വീതി കൂട്ടി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതി കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. കേരള റോഡ് ഫണ്ട് ബോർഡ് തന്നെയാണ് ഇതിൻ്റെ നിർവഹണ ഏജൻസിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഈ പദ്ധതിയുടെ വിശദമായ പഠനങ്ങളും അനുമതിക്കായുള്ള നടപടിക്രമങ്ങളും നടക്കുന്നതിനാൽ പരിശോധനാ ഘട്ടത്തിലാണ് എന്നാണ് കിഫ്ബിയുടെ രേഖകളിൽ കാണുന്നത്. ഈ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ച് നിർമ്മാണം പൂർത്തിയായാൽ അത് വലിയ മാറ്റമായിരിക്കും കൊണ്ടുവരിക. പറവൂർ പട്ടണത്തിൽ നിന്ന് ചേറായി ബീച്ചിലേക്കും സമീപ റിസോർട്ടുകളിലേക്കും എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് യാത്ര എളുപ്പമാകും. ഇത് ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. ഒപ്പം വൈപ്പിൻ കരയിൽ നിന്ന് പറവൂരിലേക്കും തിരിച്ചും നിത്യേന യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും. ഈ സുപ്രധാന പദ്ധതിക്ക് എത്രയും വേഗം അംഗീകാരം ലഭിക്കുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ശുദ്ധമായ കുടിവെള്ളം ആവശ്യത്തിന് ലഭ്യമല്ലാത്ത അവസ്ഥ പല പ്രദേശങ്ങളിലും നിലനിൽക്കുന്നു. പറവൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൊന്നായ വരാപ്പുഴയിൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് കിഫ്ബി പിന്തുണയോടുള്ള ഒരു പദ്ധതി. വരാപ്പുഴ പഞ്ചായത്തിലെ കുടിവെള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള പദ്ധതിയാണിത്. കാലപ്പഴക്കം ചെന്നതും ശേഷി കുറഞ്ഞതുമായ പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുക, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പൈപ്പ് ലൈൻ ശൃംഖല വ്യാപിപ്പിക്കുക, അതുവഴി എല്ലാ വീടുകളിലും ആവശ്യത്തിന് ശുദ്ധജലം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി കിഫ്ബി അനുവദിച്ചത് 21,65,00,000 രൂപയാണ്. എടുത്തു പറയേണ്ട കാര്യം പദ്ധതിയുടെ നിർവഹണം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നതാണ്. അനുവദിച്ച തുകയിൽ 17,95,00,000 രൂപയുടെ, അതായത് 83% വരുന്ന തുകയുടെയും പണികൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഇത് വലിയ നേട്ടമാണ്. പുതിയ പൈപ്പുകൾ വരുന്നതോടെ വെള്ളം പാഴാകുന്നത് കുറയും. കൂടുതൽ വീടുകളിലേക്ക് കണക്ഷൻ നൽകാനാകും. നല്ല സമ്മർദ്ദത്തിൽ വെള്ളം ലഭിക്കുകയും ചെയ്യും. വരാപ്പുഴയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ദൈനംദിന ജീവിതത്തിനും ഈ പദ്ധതി നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. ഒരു നാടിൻ്റെ ഭാവി ശോഭനമാക്കുന്നത് അവിടുത്തെ വിദ്യാസമ്പന്നരായ പുതിയ തലമുറയാണ്. അവർക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. ഈ ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് വലിയ സാമ്പത്തിക പിന്തുണയാണ് കിഫ്ബി നൽകുന്നത്. പഴയതും സൗകര്യങ്ങൾ കുറഞ്ഞതുമായ ക്ലാസ് മുറികൾക്ക് പകരം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സയൻസ് ലാബുകൾ, കമ്പ്യൂട്ടർ ലാബുകൾ, വിശാലമായ ലൈബ്രറികൾ, മികച്ച ശുചിമുറികൾ, കളിസ്ഥലങ്ങൾ, ഇങ്ങനെ സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റുകയാണ് കിഫ്ബി പദ്ധതികൾ. എറണാകുളം ജില്ലയിൽ ഇതിനായി കോടിക്കണക്കിന് രൂപയുടെ ക്ലസ്റ്റർ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന ഏജൻസി വഴി നടപ്പാക്കുന്ന എറണാകുളം ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിക്ക് 44,84,00,000 രൂപയും എറണാകുളം ഇടുക്കി ക്ലസ്റ്റർ ഫേസ് 1 പദ്ധതിക്ക് 12 കോടി രൂപയുമാണ് കിഫ്ബി നൽകുന്നത്.
സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കൈറ്റ് പ്രധാന പങ്ക് വഹിക്കുന്നു. അതുപോലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന സ്ഥാപനം വഴി ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ സ്കൂളുകൾക്കായി നടപ്പാക്കുന്ന ക്ലസ്റ്റർ 28 പദ്ധതിക്ക് 18,68,00,000 രൂപയും കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. ഈ വലിയ പദ്ധതികളുടെ എല്ലാം ഗുണഫലം പറവൂർ നിയോജക മണ്ഡലത്തിലെ നിരവധി സർക്കാർ സ്കൂളുകൾക്കും ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്കും ഇനി ഹൈടെക് ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കാം, മികച്ച ലാബുകളിൽ പരീക്ഷണങ്ങൾ നടത്താം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്ന പദ്ധതിയും കിഫ്ബിയുടെ സഹായത്തോടെ നടക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ എറണാകുളം, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള 2ാം ഘട്ട പദ്ധതിയാണിത്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇതിന്റെ നിർവഹണം. 4,84,00,000 രൂപയുടെ ഈ പദ്ധതിയിൽ 4,46,00,000 രൂപയുടെ, അതായത് 92% പണികൾ പൂർത്തിയായി കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയമാണ്. പറവൂർ മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളായ വടക്കേക്കര, ഏഴിക്കര പോലുള്ള പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളോ മറ്റ് പഠന സൗകര്യങ്ങളോ ഒരുക്കാൻ ഈ പദ്ധതി സഹായമായേക്കും. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നാടിൻ്റെ സമ്പത്ത്. എല്ലാവർക്കും മെച്ചപ്പെട്ടതും പ്രാപ്യമായതുമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ കിഫ്ബി നിരവധി പദ്ധതികൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇന്ന് കേരളം നേരിടുന്ന വലിയ ആരോഗ്യ വെല്ലുവിളികളിലൊന്നാണ് വർദ്ധിച്ചു വരുന്ന വൃക്കരോഗങ്ങൾ. ഡയാലിസിസ് ആവശ്യമായി വരുന്ന രോഗികളുടെ എണ്ണം കൂടുകയാണ്. സാധാരണ കുടുംബങ്ങൾക്ക് ഡയാലിസിസിന്റെ ഭീമമായ ചെലവ് താങ്ങാൻ കഴിയാറില്ല. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനായി സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കാൻ കിഫ്ബി മുന്നോട്ട് വന്നിരിക്കുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന നടപ്പിലാക്കുന്ന ഈ സംസ്ഥാനതല പദ്ധതിക്കായി 50,96,00,000 രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. ഇതിൽ 36,32,00,000 രൂപയുടെ, അതായത് 71% തുകയുടെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ഈ പദ്ധതി പ്രകാരം സ്ഥാപിക്കപ്പെടുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ ഒരുപക്ഷെ പറവൂർ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പ്രധാന സർക്കാർ ആശുപത്രികളിലോ ആകാം. എവിടെയായാലും കുറഞ്ഞ നിരക്കിലോ സൗജന്യമായോ ഡയാലിസിസ് ചെയ്യാനുള്ള ഈ സൗകര്യം പറവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് വൃക്കരോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നൽകുന്ന ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. കോവിഡ് മഹാമാരി നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഏത് പകർച്ചവ്യാധിയെയും നേരിടാൻ നമ്മുടെ ആരോഗ്യ സംവിധാനം സജ്ജമായിരിക്കണം എന്നതാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ആധുനിക ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാൻ കിഫ്ബി തീരുമാനിച്ചത്. KMSCL തന്നെയാണ് ഇതിൻ്റെയും നിർവഹണ ഏജൻസി. 236,30,00,000 രൂപയുടെ ഈ ബൃഹത് പദ്ധതിയിൽ 108,49,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നു കഴിഞ്ഞു. പറവൂർ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലും ഈ ഐസൊലേഷൻ വാർഡ് യാഥാർത്ഥ്യമാകും. പ്രത്യേക പ്രവേശന കവാടം, അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ, ഓക്സിജൻ സൗകര്യം തുടങ്ങിയവയെല്ലാം ഈ വാർഡിലുണ്ടാകും. ഇത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് പകർച്ചവ്യാധിയെയും ഫലപ്രദമായി നേരിടാൻ പ്രാദേശിക തലത്തിൽ നമ്മെ സജ്ജരാക്കും. ഒരു നാടിൻ്റെ വ്യവസായശാലകൾക്ക് പ്രവർത്തിക്കാനും വീടുകളിലെ വെളിച്ചം അണയാതിരിക്കാനും കൃഷിയിടങ്ങൾക്ക് ഊർജം പകരാനുമെല്ലാം നമുക്ക് വൈദ്യുതി കൂടിയേ തീരൂ. കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യം നിറവേറ്റുന്നതിനും പ്രസരണ നഷ്ടം കുറച്ച് കാര്യക്ഷമമായി വൈദ്യുതി എത്തിക്കുന്നതിനും സംസ്ഥാന വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി കിഫ്ബി വലിയ തോതിലുള്ള സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. നോർത്ത് സൗത്ത് ഇന്റർലിങ്ക് പാക്കേജ് 2 അത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതിയാണ്. KCBL ട്രാൻസ്ഗ്രിഡ് എന്ന SPV മുഖേന നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി കിഫ്ബി 236,57,00,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാനത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള വൈദ്യുതി ശൃംഖലയെ ശക്തിപ്പെടുത്തുന്ന പദ്ധതിയാണ്. ഇതുപോലുള്ള വലിയ ലൈനുകളും സബ്സ്റ്റേഷനുകളും വരുമ്പോൾ അതിൻ്റെ ഗുണഫലം എല്ലാ പ്രദേശങ്ങൾക്കും ലഭിക്കും. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും തടസ്സമില്ലാത്ത വൈദ്യുതി നൽകാനും ഇത് സഹായിക്കും. പറവൂർ മണ്ഡലത്തിലെ വീടുകൾക്കും ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കും കാർഷിക പമ്പുകൾക്കുമെല്ലാം ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ആധുനിക ലോകത്ത് തൊഴിൽ സങ്കല്പങ്ങളും മാറുകയാണ്. സ്വന്തം വീടിനടുത്തോ അല്ലെങ്കിൽ വീടുകളിലിരുന്നോ ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന വർക്ക് നിയർ ഹോം സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനാവശ്യമായ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി 27,50,00,000 രൂപയുടെ ഒരു സംസ്ഥാനതല പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് ഇത് നടപ്പാക്കുന്നത്. ഇതിലൂടെ പരിശീലനം നേടുന്ന പറവൂരിലെ യുവതി യുവാക്കൾക്ക് ഭാവിയിൽ മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സാധിച്ചേക്കും.
അപ്പോൾ പറവൂർ നിയോജക മണ്ഡലത്തിലേക്ക് കിഫ്ബിയിലൂടെ എത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ചിത്രം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നേരിട്ടോ അല്ലാതെയോ പറവൂർ മണ്ഡലത്തിന് ഗുണകരമാകുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി പണമൊഴുക്കുന്നത്. ഈ കണക്കുകൾ കേവലം അക്കങ്ങളല്ല, മറിച്ച് പറവൂരിലെ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല മാറ്റങ്ങളുടെ സൂചനയാണ്. യാത്രാ ദുരിതം കുറയുന്നു, എല്ലാ വീട്ടിലും ശുദ്ധജലം എത്തുന്നു, നമ്മുടെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്നു, അസുഖം വന്നാൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം തൊട്ടടുത്ത് ലഭിക്കുന്നു, വീട്ടിലും ജോലിസ്ഥലത്തും മുടങ്ങാതെ വൈദ്യുതി ലഭിക്കുന്ന ഒരു പറവൂരിനാണ് ഈ പദ്ധതികളെല്ലാം ചേർന്ന് വാർത്തെടുക്കുന്നത്. കിഫ്ബിയിലൂടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന മുന്നേറ്റം കേവലം കെട്ടിടങ്ങൾ നിർമ്മിക്കലോ റോഡ് ടാർ ചെയ്യലോ മാത്രമല്ല, അത് നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ നിക്ഷേപമാണ്. പച്ചപ്പ് പുതച്ച മലനിരകളും വളക്കൂറുള്ള മണ്ണും കഠിനാധ്വാനികളായ മനുഷ്യരുമുള്ള ഇടുക്കി ജില്ലയുടെ കവാടമെന്ന് വിശേഷിപ്പിക്കാവുന്ന തൊടുപുഴയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. റബ്ബറും സുഗന്ധവ്യഞ്ജനങ്ങളും വിളയുന്ന മലയോര മേഖലയുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായ തൊടുപുഴയാറിനാൽ അനുഗ്രഹീതമായ ഈ നാട് തൊടുപുഴ നഗരസഭയും കാർഷിക പാരമ്പര്യം പേർന്ന ആലക്കോട്, ഇടവെട്ടി, കരിമണ്ണൂർ, കരിങ്കുന്നം, കോടിക്കുളം, കുമാരമംഗലം, മണക്കാട്, മുട്ടം, പുറപ്പുഴ, ഉടുമ്പന്നൂർ, വണ്ണപ്പുറം, വെളിയാമറ്റം എന്നീ 12 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയമസഭാ മണ്ഡലം. ഇടുക്കിയുടെ ഹൈറേഞ്ചിലേക്കുള്ള പ്രവേശന കവാടം കൂടിയായ ഈ ഭൂമികയിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. എങ്ങനെയാണ് ഈ മാറ്റം സാധ്യമാകുന്നത്? നമുക്ക് ആഴത്തിലറിയാം. ഒരു നാടിൻ്റെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ്. എന്നാൽ റോഡുകൾ നിർമ്മിക്കാനും പാലങ്ങൾ പണിയാനും കുടിവെള്ളം എത്തിക്കാനും സ്കൂളുകളും ആശുപത്രികളും നവീകരിക്കാനുമെല്ലാം വലിയ തോതിലുള്ള സാമ്പത്തിക മുതൽ മുടക്ക് ആവശ്യമാണ്. പലപ്പോഴും സർക്കാരിൻ്റെ വാർഷിക ബജറ്റ് വിഹിതം മാത്രം ഉപയോഗിച്ച് ഇത്തരം വലിയ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെയാണ് കിഫ്ബി എന്ന നൂതന ആശയം പ്രസക്തമാകുന്നത്. കിഫ്ബി കേവലം പണം നൽകുന്ന ഒരു സ്ഥാപനം മാത്രമല്ല, വലിയ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് ബജറ്റിന് പുറത്തുനിന്ന് ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിൽ നിന്നുമുള്ള വിപണിയിൽ നിന്ന് ഉൾപ്പെടെ കണ്ടെത്തുന്നു. ഇങ്ങനെ കണ്ടെത്തുന്ന പണം ഏറ്റവും കാര്യക്ഷമമായി കാലതാമസമില്ലാതെ പദ്ധതി നിർവഹണത്തിന് ലഭ്യമാക്കുന്നു. ഓരോ പദ്ധതിയുടെയും മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും വേണ്ടി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ഏജൻസികളെയോ കമ്പനികളെയോ ചുമതലപ്പെടുത്തുന്നു. ഇത് പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും വേഗത്തിലാക്കാനും സഹായിക്കുന്നു. ഇന്ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നോക്കിയാൽ ശുദ്ധജല വിതരണം മുതൽ റോഡ് വികസനം വരെ, വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനം മുതൽ ആരോഗ്യ സംരക്ഷണം വരെ, സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് മുതൽ നൈപുണ്യ വികസനം വരെ സമസ്ത മേഖലകളിലും കിഫ്ബിയുടെ വികസന സ്പർശം നമുക്ക് കാണാൻ കഴിയും. കോടിക്കണക്കിന്, ദശകോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ നാടിൻ്റെ ഭാവി ശോഭനമാക്കാൻ കിഫ്ബിയിലൂടെ എത്തുന്നത്. നമുക്ക് പ്രധാന പദ്ധതികളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു ചെല്ലാം. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ശുദ്ധജലം. തൊടുപുഴ നഗരം വികസിക്കുന്നതിനനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള ആവശ്യകതയും വർദ്ധിച്ചു വരികയായിരുന്നു. പലയിടങ്ങളിലും ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത അവസ്ഥ, ലഭിക്കുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ നിലനിന്നിരുന്നു. ഈ ഗുരുതരമായ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുകയാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന തൊടുപുഴ നഗരസഭയിലേക്കുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ വിപുലീകരണം. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ സുപ്രധാന പദ്ധതി നടപ്പാക്കുന്നത്. ഇതിൻ്റെ 1ാം ഘട്ടത്തിനായി കിഫ്ബി 34 കോടി രൂപ അനുവദിച്ചു. എടുത്തു പറയേണ്ട നേട്ടം ഈ 1ാം ഘട്ടത്തിലെ 90% പ്രവർത്തനങ്ങൾ, അതായത് 30,72,00,000 രൂപയുടെ പണികൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ്. പുതിയ ജലശുചീകരണശാലകളുടെ നവീകരണം, സംഭരണ ടാങ്കുകളുടെ നിർമ്മാണം, പ്രധാന പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ തൊടുപുഴയുടെ ഭാവിയിലെ ആവശ്യകത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതിയെ സമീപിച്ചത്. അതുകൊണ്ടാണ് 2ാം ഘട്ടത്തിന് കൂടി കിഫ്ബി അനുമതി നൽകിയത്. ഇത് 1ാം ഘട്ടത്തേക്കാൾ വളരെ വലിയൊരു പദ്ധതിയാണ്. 108,61,00,000 രൂപയാണ് 2ാം ഘട്ടത്തിനായി കിഫ്ബി നീക്കിവെച്ചിരിക്കുന്നത്. ഈ തുക ഉപയോഗിച്ച് വിതരണ ശൃംഖല നഗരസഭയുടെ എല്ലാ മുക്കിലും മൂലയിലേക്കും വ്യാപിപ്പിക്കും. കൂടുതൽ സംഭരണ ശേഷി ഉറപ്പാക്കും. ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജലവിതരണം കാര്യക്ഷമമാക്കും. ഈ 2 ഘട്ടങ്ങളും പൂർണ്ണമാകുന്നതോടെ തൊടുപുഴ നഗരസഭയിലെ ഓരോ വീട്ടിലും ആവശ്യത്തിന് ശുദ്ധമായ കുടിവെള്ളം പൈപ്പുകളിലൂടെ എത്തും.
ഇത് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ജനങ്ങളുടെ സമയവും പണവും ലാഭിക്കാനും സഹായിക്കും. ശുദ്ധജലം ഉറപ്പാക്കുന്നത് ഒരു നാടിൻ്റെ വികസനത്തിലെ അടിസ്ഥാന ശിലയാണ്. ഇടുക്കിയെ പോലൊരു മലയോര ജില്ലയുടെ ജീവനാഡിയാണ് അവിടുത്തെ റോഡ് ശൃംഖല. തൊടുപുഴയിൽ നിന്ന് ഹൈറേഞ്ചിലെ മറ്റ് പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്ര സുഗമമാക്കേണ്ടത് ഇവിടുത്തെ കർഷകർക്കും വ്യാപാരികൾക്കും സാധാരണക്കാർക്കും അത്യന്താപേക്ഷിതമാണ്. കാർഷിക വിളകൾ യഥാസമയം വിപണിയിലെത്തിക്കാനും ടൂറിസ്റ്റുകൾക്ക് എളുപ്പത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്താനും അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രികളിലേക്കും മറ്റും വേഗത്തിൽ എത്താനുമെല്ലാം ഈ റോഡുകൾ കൂടിയേ തീരൂ. ഈ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് കിഫ്ബി തൊടുപുഴയിലെ റോഡ് വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത്. ഇതിലേറ്റവും ബൃഹത്തായ പദ്ധതി ഹിൽ ഹൈവേയുടെ നിർമ്മാണമാണ്. സംസ്ഥാനത്തിന്റെ മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ സ്വപ്നപാതയുടെ ഭാഗമായി തൊടുപുഴയെ ഹൈറേഞ്ചുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തൊടുപുഴ പുളിയൻമല റോഡിന്റെ പ്രധാന ഭാഗം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുകയാണ്. ഈ ഭാഗം ഉൾപ്പെടുന്ന പീരുമേട് ദേവികുളം റോഡ് നവീകരണം കൂടിയുള്ള വലിയ പാക്കേജിനായി കിഫ്ബി അനുവദിച്ച തുകയിൽ 84,17,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി. ആധുനിക നിലവാരത്തിൽ ആവശ്യത്തിന് വീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഈ റോഡ് നിർമ്മിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ തൊടുപുഴയിൽ നിന്ന് കട്ടപ്പന, നെടുങ്കണ്ടം തുടങ്ങിയ ഹൈറേഞ്ച് പട്ടണങ്ങളിലേക്കുള്ള യാത്രാസമയം ഗണ്യമായി കുറയും. യാത്ര സുരക്ഷിതമാകും. പ്രധാന പാതകൾക്കൊപ്പം മണ്ഡലത്തിലെ ഉൾനാടൻ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും കിഫ്ബി ശ്രദ്ധിക്കുന്നു. തൊടുപുഴ കാരിക്കോട് തെക്കുംഭാഗം ആനക്കയം റോഡിന്റെ നവീകരണത്തിനായി 10,44,00,000 രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഈ റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ ആലക്കോട്, ഇടവെട്ടി, മണക്കാട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകും. അതുപോലെ ഉടുമ്പന്നൂർ, വണ്ണപ്പുറം പഞ്ചായത്തുകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കുർത്തിക്കുളം ചേലച്ചുവട് റോഡിന്റെ പ്രധാന ഭാഗം മെച്ചപ്പെടുത്തുന്നതിനായി 1,31,00,000 രൂപയുടെ പദ്ധതിയും നടപ്പാക്കുന്നു. ഇതിൽ 22 ലക്ഷം രൂപയുടെ പണികൾ ഇതിനകം നടന്നു. ഈ റോഡുകളുടെ എല്ലാം നിർവഹണ ചുമതല കേരള റോഡ് ഫണ്ട് ബോർഡിനാണ്. ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്തുന്നത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഉണർവ് ചെറുതല്ല. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളം മാറുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാർ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കിഫ്ബി നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് മുറികൾക്കും പരിമിതമായ സൗകര്യങ്ങൾക്കും വിട നൽകി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠനം ആസ്വാദികരമാക്കുകയാണ് കിഫ്ബി പദ്ധതികൾ. ഇടുക്കി ജില്ലയിലെ സ്കൂളുകളുടെ നവീകരണത്തിനായി കിഫ്ബി വിവിധ ക്ലസ്റ്റർ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന ഏജൻസി വഴി നടപ്പാക്കിയ ഇടുക്കി ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിക്ക് 15 കോടി രൂപ കിഫ്ബി അനുവദിച്ചു. ഈ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷം നൽകുന്നു. ഇതിലൂടെ തൊടുപുഴ മണ്ഡലത്തിലെയും ഇടുക്കിയിലെ മറ്റ് സ്കൂളുകൾക്കും ഹൈടെക് ക്ലാസ് മുറികളും ലാബുകളും ലഭിച്ചു. അതുപോലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വഴി നടപ്പാക്കുന്ന തൃശൂർ, ഇടുക്കി, കണ്ണൂർ ക്ലസ്റ്റർ പദ്ധതിക്ക് 15,59,00,000 രൂപയും കിഫ്ബി അംഗീകാരം നൽകി. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ, ലൈബ്രറികൾ, ശൗചാലയ സമുച്ചയങ്ങൾ, അടുക്കളകൾ എന്നിവയെല്ലാം നിർമ്മിക്കുന്നു. തൊടുപുഴ മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് ഈ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നു. അക്കാദമിക വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മികച്ച സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിനായി 5 പുതിയ ITI കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കിഫ്ബി ധനസഹായം നൽകുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ്. ആകെ 11 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ
7,24,00,000 രൂപയുടെ നിർമ്മാണം ഇതിനകം നടന്നു കഴിഞ്ഞു. ഈ 5 ITIകളിൽ ഒന്ന് തൊടുപുഴയിലോ സമീപ പ്രദേശങ്ങളിലോ ആണെങ്കിൽ അത് ഈ മേഖലയിലെ പട്ടികജാതി യുവജനങ്ങൾക്ക് വലിയ അനുഗ്രഹമാകും. പ്രാദേശികമായി തന്നെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസം നേടാനും അതുവഴി നല്ല തൊഴിൽ കണ്ടെത്താനും ഇത് അവരെ സഹായിക്കും. എല്ലാ പൗരന്മാർക്കും മെച്ചപ്പെട്ടതും ചിലവ് കുറഞ്ഞതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി കിഫ്ബി ആരോഗ്യ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഇന്ന് കേരളം നേരിടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് വർദ്ധിച്ചു വരുന്ന വൃക്കരോഗങ്ങൾ. ഡയാലിസിസ് ആവശ്യമായി വരുന്നവരുടെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ ഭീമമായ ചെലവ് താങ്ങാനാവാതെ നിരവധി കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയ്ക്ക് ആശ്വാസം പകരാനാണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കാൻ കിഫ്ബി മുന്നിട്ടിറങ്ങിയത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതിയുടെ നിർവഹണം. സംസ്ഥാനത്താകെ 50,96,00,000 രൂപയാണ് ഇതിനായി കിഫ്ബി വകയിരുത്തിയത്. ഇതിൽ 36,32,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെ മഹാമാരികൾ നൽകിയ അനുഭവ പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് ഭാവിയിലെ ഏത് പകർച്ചവ്യാധിയെയും നേരിടാൻ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ സജ്ജമാക്കുകയാണ് സർക്കാർ. ഇതിൻ്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കാൻ കിഫ്ബി തീരുമാനിച്ചത്. KMSCL മേൽനോട്ടം വഹിക്കുന്ന ഈ ബൃഹത് പദ്ധതിക്കായി 236,30,00,000 രൂപയാണ് കിഫ്ബി നീക്കിവെച്ചത്. ഇതിൽ 108,49,00,000 രൂപയുടെ പണികൾ സംസ്ഥാനത്തുടനീളം പുരോഗമിക്കുന്നു. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാന സർക്കാർ ആശുപത്രിയിലും ഈ സൗകര്യം യാഥാർത്ഥ്യമാകും. അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളോടും ഓക്സിജൻ സൗകര്യങ്ങളോടും കൂടിയ ഈ വാർഡുകൾ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ രോഗികളെ സുരക്ഷിതമായി പാർപ്പിച്ച് ചികിത്സ നൽകാനും രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്നത് തടയാനും സഹായിക്കും. ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുന്നതിന് ഓഫീസുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. സ്ഥലപരിമിതിയും അസൗകര്യങ്ങളും നിറഞ്ഞ പഴയ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾക്ക് പകരം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കിഫ്ബി സഹായിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസുകൾ ഇതിനൊരു ഉദാഹരണമാണ്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടത്തുന്നത്. തൊടുപുഴയിൽ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം പൂർത്തിയാകുന്നതോടെ ആധാർ രജിസ്ട്രേഷൻ ചെയ്യാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന പൊതുജനങ്ങൾക്ക് ക്യൂ നിൽക്കാതെയും ബുദ്ധിമുട്ടില്ലാതെയും കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ഇത് സർക്കാർ സേവനങ്ങളിലേക്കുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഈ പദ്ധതിയിലൂടെ തൊടുപുഴയിലെ യുവതീ-യുവാക്കൾക്ക് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നേടാനും അതുവഴി മികച്ച വേതനത്തോടെയുള്ള ജോലി കണ്ടെത്താനും ഒരുപക്ഷെ സ്വന്തം നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ആഗോള കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യാനും അവസരം ലഭിച്ചേക്കും. അപ്പോൾ കിഫ്ബിയുടെ കരുത്തിൽ തൊടുപുഴ നിയോജക മണ്ഡലം എങ്ങനെയാണ് ഒരു വികസന കുതിപ്പിന് തയ്യാറെടുക്കുന്നത് എന്നത് നമ്മൾ കണ്ടു. ഇവയെല്ലാം ചേർന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ തൊടുപുഴ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത്. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കേവലം കെട്ടിടങ്ങളോ റോഡുകളോ ആയി ഒതുങ്ങുന്നില്ല. അത് തൊടുപുഴയിലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നേരിട്ട് ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അത് ഈ നാടിൻ്റെ ആകെ പുരോഗതിയാണ് അടയാളപ്പെടുത്തുന്നത്. കിഫ്ബിയിലൂടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന മാതൃക അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം സാമൂഹിക നീതിയും ഉറപ്പാക്കുന്നു. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.